നമസ്കാരം സുഹൃത്തുക്കളെ, കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് ലക്ഷ്യം വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. നമ്മൾ LGS നിലവാരത്തിൽ നടത്തിയതും അതുപോലെ LD ലെവലിലൊക്കെ നടത്തിയിട്ടുള്ള പ്രിലിംസിന്റെ എല്ലാ എക്സാമുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതേപോലെ LGSന്റെ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ. പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടാകണം കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുതരാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ₹1 പൈസയുടെ ചെലവില്ലല്ലോ. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. ക്ലാസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും പോലും മടി കാണിച്ചിട്ട് മിണ്ടാതെ പോകുന്നവരുണ്ട്. ഒരു ലൈക്ക്, ഒന്ന് ഷെയർ, ഒരു താഴെ ഒരു കമന്റ്, ഇത്ര മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് കൊടുക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക, അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന A ആണ് കേട്ടോ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചതല്ലേ ഇത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലായിട്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇവിടെ റയത്തുവാരി എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരിയിലെ മഹൽവാരി. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? D ആണ് കേട്ടോ. 1857 വിപ്ലവത്തിൽ ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ കേട്ടോ. ബീഗം ഹസ്രത്ത്. നാനാ സാഹിബും താന്തിയ തോപ്പിയൊക്കെ എവിടെയാണ്? കാൺപൂരിലാണ് കേട്ടോ. കാൺപൂരിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. ഇന്ത്യയുടെ പതാകയുമായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ത്രിവർണ പതാക അംഗീകരിച്ച ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. അടുത്തതായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തിന്റെ തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പം മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൗലികാവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പുവരുത്തുന്നത്? സ്വകാര്യത. D ആണ് അല്ലെ. 21 സ്വകാര്യത, 21A ആണ് വിദ്യാഭ്യാസം. മലബാറിലെ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി. സർവ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? സിംഗപ്പൂർ ആണ് കേട്ടോ. അപ്പൊ ഇന്തോനേഷ്യ, ബ്രസീൽ, മെക്സിക്കോ ഒക്കെ എന്താണ്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര്. ഇസ്രായേൽ ആൻഡ് പാലസ്തീനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ ഇന്ത്യ കൊണ്ടുവന്ന ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കൽ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമാർജനം. നമ്മൾ പഠിച്ചിട്ടില്ലേ? പട്ടിണി ഇല്ലാതാക്കൽ ചിലപ്പോൾ എക്സാം ഹാളിലൊന്നും കിട്ടിയെന്ന് വരില്ല അല്ലെ. ദാരിദ്ര്യ നിർമാർജനം ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഇന്ത്യ ചൈന തർക്കം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്? അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറഞ്ഞവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. പുനഃസംഘടനാ നിയമം. അതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? B ആണ് കേട്ടോ. 2 മാത്രമാണ്. MN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അല്ല അല്ലെ. അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ നിയമം 56 നിലവിൽ വന്നു. ശരിയാണ്. അതിന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മലയാളിയായത് KM പണിക്കർ ആയിരുന്നു അതിലൊരു അംഗം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ടില, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? കാണ്ടില തുറമുഖങ്ങളുണ്ട് അല്ലെ. ചെന്നൈ തുറമുഖമുണ്ട്. അങ്ങനെ ഇതിലേതാ പറയുക?
ബി ആണ് അല്ലേ, മധുരൈ. ഇത് കൂട്ടത്തിൽ പെടാത്തത് ഏത് ചോദിച്ചാൽ ഇതൊക്കെ തുറമുഖങ്ങളാണ് കേട്ടോ, ഇതൊക്കെ തുറമുഖങ്ങളാണ്. മധുരയിൽ എന്തില്ല, തുറമുഖം ഇല്ല. മുംബൈയിലുണ്ട്, കൊച്ചിയിലുണ്ട്, ചെന്നൈ ഉണ്ട്, സോറി, മുംബൈ, കൊച്ചി ഉണ്ട്, ചെന്നൈ ഉണ്ട്, കാണ്ടിലി ഉണ്ട്, മംഗലാപുരം ഒക്കെ തുറമുഖങ്ങളാണ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നതിൽ ഏതാണ്? ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം ഡി ആണ് കേട്ടോ, 2ഉം 4ഉമാണ്. സത്ലജ് നദിയിലാണ് ഏത്, സത്ലജ്, ബക്രാനങ്കൽ അണക്കെട്ട്. പിന്നെ വിവിധോദ്ദേശ പദ്ധതിയാണ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ്? പച്ചത്തുരുത്ത് എന്ന പദ്ധതി ശരിക്കും തിരുവനന്തപുരം അല്ല, കാസർഗോഡ് അല്ല, തിരുവനന്തപുരമാണ്. അത് 2 ഇതിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ, കാസർഗോഡും തിരുവനന്തപുരവും വരുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ആൻസർ അറിയുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യണേ. ഇത് ഡിലീഷൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ജീവൻ രക്ഷാ പതക്. ഇതിയുടെ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ, ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ് കേട്ടോ. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ദക്ഷിൺ, ഡക്കാൻ പീഠഭൂമിയാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചില ചുരം. ഓക്കെ, ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ചത് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രിലിംസിന്റെ ഫസ്റ്റ് ഘട്ടം സെയിൽസ് അസിസ്റ്റന്റിന്റെ ഏതായിരുന്നു? ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്ന അല്ല, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചതാണ് അല്ലെ, ഏതാണ്? ബാരാലാച്ചില ചുരം. ചോദ്യം ഇപ്രാവശ്യം വന്നത് എങ്ങനെയാ? ബാരാലാച്ചില ചുരം ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവ രേഖാംശം. നെക്സ്റ്റ് വൺ 30ഉം 31ഉം ഡിലീഷൻ ആണ് കേട്ടോ. പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വിവരം നവീന ശിലായുഗമാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ആൻസർ ഇല്ല കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ പദ്ധതിയിലെ 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മുതിരമ്പുഴയില് പള്ളിവാസൽ പദ്ധതി ആരംഭിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം? കേരളത്തിന് 2ാം സ്ഥാനം കാപ്പിയാണ് കേട്ടോ. കാപ്പി ഫസ്റ്റ് കർണാടക അല്ലെ, 2ാം സ്ഥാനത്ത് കേരളം. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി? ഡറാസ്മയിൽ അല്ലെ, ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ, നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ. താഴെ പറയുന്നവയിൽ ആനമുടിയെ കുറിച്ചിട്ടുള്ള തെറ്റായ പരാമർശം ഏതാണ്? തെറ്റായ പരാമർശം സി ആണ് കേട്ടോ. ആനമുടി എവിടെയാ? ഇടുക്കിയാണ് അല്ലെ, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഏകദേശം 2695 മീറ്റർ ഉയരമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കായിക തലസ്ഥാനം കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം? 2025 G20 ഉച്ചകോടിക്ക് വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ആണ് കേട്ടോ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ചത്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.4 വെള്ളി മെഡൽ സ്വന്തമാക്കിയതാ. ഇതൊന്ന് നോക്കണം കേട്ടോ, ഇത് എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ആദ്യത്തെ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അതായത് നീരജ് ചോപ്ര വെള്ളി മെഡൽ സ്വന്തമാക്കി, അപ്പൊ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? പാകിസ്ഥാൻ താരമാണ് അല്ലെ. ആരായിരുന്നു? അർഷാദ് നദീം അല്ലെ, അർഷാദ് നദീമാണ്. ലോക നാട്ടറിവ് ദിനം
ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസിനാണ് കേട്ടോ. ഡെങ്കിയാണ് ടാക്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിനാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ 2024 മികച്ച സിനിമയ്ക്ക് 96ാമത് ഓസ്കാർ അവാർഡ് കിട്ടിയ ചിത്രം ഓപ്പൺ ഹേമർ ആണ്. സംവിധാനം ക്രിസ്റ്റഫർ നോളനാണ്. എങ്കിൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കിലിയൻ മർഫി. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ സ്ഥാപനം ന്യൂറാലിങ്ക്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻ വീണ്ടും കണ്ട റിപ്പീറ്റേഷൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര് നീലു അല്ലേ? നീലു എന്ന നീലപ്പൊന്മാൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ല്. ചവച്ചരയ്ക്കാൻ 2ഉം 4ഉമാണ് കേട്ടോ. ചർവണകവും അഗ്രചർവണകവും. എങ്ങനെയാണ് കണക്കൊക്കെ? ചവച്ചരയ്ക്കാൻ. കണ്ടോ ഈ ചാച്ച കടിച്ച് കീറാൻ, കോമ്പല് കടിച്ച് കീറാൻ. അപ്പൊ 3 കാ വന്നില്ല ഇവിടെ, കോമ്പല് ചവച്ചരയ്ക്കാൻ ചാച്ച. കണ്ടോ? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ D ആണ് കേട്ടോ. ഏത് വിളിയുടെ സങ്കരീനമാണ് സൽകീർത്തി വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അതെപ്പോഴും എവിടെയാണ്? IFFI ഗോവയിലാണ് അല്ലേ? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം? ഇലക്ട്രിക് മണ്ണ് എന്താ എവിടെ എത്തിയില്ലേ? D ആണ് കേട്ടോ, സ്വീഡൻ ആണ്. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ഈ ഒരു വൈദ്യുത സർക്യൂട്ട്, ആ വൈദ്യുതി എന്നുള്ള ടോപ്പിക് അല്ലേ നമുക്ക് എന്താ പറയാ SSCRT നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ അത് ഭയങ്കര ഒരു ഏരിയ ഒത്തിരി നല്ല ടൈറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തീർത്തും അറിയില്ലെങ്കിൽ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടണം കേട്ടോ. അതിൽ കിടന്നിട്ട് സർക്യൂട്ട് നമ്മൾ കാണിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും? മാർക്ക് അങ്ങോട്ട് പോയി കിട്ടും. A ആണ് കേട്ടോ. 1, 2, 3 ശരിയാണേ. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് ആണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് ആണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ, സമതല ദർപ്പണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? മാഗ്നറ്റിനെ കുറിച്ചിട്ട് ആൻസർ D ആണ് കേട്ടോ. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ശരിയാണ്. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്, നമ്മൾ ധാതു അയിര് പഠിക്കുന്ന സമയത്ത് അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ്? B ആണ് അല്ലേ? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് അല്ലേ? അപ്പൊ ബോക്സൈറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? അതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാകുക. ബാക്കിയുള്ളതൊക്കെ കുറച്ചായിരിക്കും. അത് ശരിയായ പ്രസ്താവനയാണ്. എല്ലാ ധാതുക്കളും അയിരുകളാണോ? അല്ല. എന്നാൽ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കൾ ആണ്. ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിലാണോ കാണപ്പെടുന്നത്? അല്ല അല്ലെ? പല രൂപത്തിലും കാണപ്പെടും. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായിട്ട് വരാവുന്നത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും രണ്ടും കൂടി പ്രവർത്തിച്ചാൽ എന്താകും?
ഇത് തീക്കെടുത്തുന്ന വാതകമാണ് അല്ലേ? വിനാഗിരിയും ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായിട്ട് വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീക്കെടുത്തുന്ന വാതകമാണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരാണ് സഹജ. എന്തെങ്കിലും തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തൊഴിൽ വകുപ്പിനെ അറിയിക്കാം. അതിനുള്ള കോൾ സെന്ററിന്റെ സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്? കൈരളി. ഓർമ്മയുണ്ടോ? പ്രീവിയസ് പഠിച്ചത്. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ആലോചിക്കാനല്ലേ? നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അല്ലേ ഇത്? വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? പ്രമേഹം ജീവിതശൈലി. ഒരുപാട് മധുരം കഴിക്കുമ്പോഴാണ്, ടെൻഷൻ കൂടുമ്പോഴൊക്കെയാണ് പക്ഷാഘാതം വരുന്നത്. അതുപോലെ രക്താതിമർദ്ദം അല്ലെ? ടൈഫോയിഡ് എന്തല്ല? ടൈഫോയിഡ് ഒരു ബാക്ടീരിയ രോഗമാണ്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? സ്തനാർബുദം സി ആണ് കേട്ടോ. മാമോഗ്രാം. സ്തനാർബുദം. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയമാണ് കേട്ടോ. പാപ്സ്മിയർ ഗർഭാശയം. ഓക്കെ. അതായത് ഇപ്പൊ ഇത് രണ്ടും ഈ എക്സാം ഹാളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. ഇത് എപ്പോഴും വരാറുള്ള ഒരു ഏരിയ ആണ്. മാമോഗ്രാം സ്തനാർബുദം പറയുമ്പോ അമ്മ നമ്മൾ അങ്ങനെ കണക്കാക്കാം. മാമോ എന്ന് പറയുമ്പോ അമ്മയായിട്ട് കണക്കാക്കാം. അമ്മ സ്തനാർബുദം എന്നിങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം? HIV ജ്യോതിസ് ആണ് കേട്ടോ. ഇത് പഠിച്ചു വെക്കണേ. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായിട്ട് കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചതാണ് ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? എം. അതിൽ മാ എന്നുള്ള അക്ഷരം തന്നെ എടുക്കാം കേട്ടോ. മലപ്പുറം. എം എന്നല്ലേ? എംപോക്സ്. എംപോക്സ്. ഓക്കെ. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗകാരി വിബ്രിയോ കോളറ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി? നവജാത ശിശുക്കളെ, കുഞ്ഞുമക്കളല്ലേ? ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം? മഴക്കാലത്ത് ഇപ്പോ ഈ മസ്തിഷ്ക ജ്വരം ഇതൊക്കെ വരുമ്പോ പറയാറില്ലേ ബ്ലീച്ചിങ് പൗഡർ ഇടണമെന്ന്, ക്ലോറിനേറ്റ് ചെയ്യണം പറയല്ലേ ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെ. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? കേന്ദ്രത്തിലെയാണ് കേട്ടോ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? സി. JP നദ്ദ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി? അമൃതം ആരോഗ്യം. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് ഏത് മാർഗേന ആണ്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേര്? ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഏതാണ്? MAL. നമ്മൾ മലയാളം എന്ന് ഇതില്ലേ? അപ്പൊ MAL ടൊമാൽ പുതിയ രക്തഗ്രൂപ്പാണ് കേട്ടോ. മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ? ജന്തുക്കളിലൂടെ വരുന്നത്. നിപ്പ നമുക്കറിയാം ഒരു വൈറസ് രോഗമാണ്, വവ്വാലാണ് അല്ലേ? അപ്പൊ ഒന്ന് എന്താണ് എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ? നിപ്പ എന്താണ്? ഒരു വവ്വാല് പറഞ്ഞ ഒരു ജന്തുജന്യ. അപ്പൊ ഒന്ന് എന്തായാലും ആൻസർ ആയിട്ട് വരണം അല്ലേ? അപ്പൊ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നില്ല, ഇവിടെ ഒന്നില്ല, മേൽപ്പറയുന്നല്ല ഒന്നുണ്ടല്ലോ. അപ്പൊ 1, 3 എംപോക്സ്. ഇവിടെ മാത്സിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. 81 സി ആണ്, 82 ഡി, 83 എ, 84 ബി, ഡിലീഷൻ സി,
എ ബി ആണ്, ബി ആണ്, ബി ആണ്, ബി ആണ്, ഡി ആണ്, സി, ബി, ഡി, സി, ഡി, ഡി, സി, ഡി, ഡി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ 100 ക്വസ്റ്റ്യന് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. ഒപ്പം വരണുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു സെറ്റാണ് നിങ്ങൾക്ക് കേട്ടോ. നല്ല മാർക്ക്. ഡെയിലി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയോ, ഡെയിലി ഈ മാത്സും ചെയ്തിട്ട് വെക്കോ. 100ൽ 110% ഞാൻ പറയുന്നു നിങ്ങൾ അടിച്ചിരിക്കും കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ്. അതിൽ 100% ഉറപ്പ് പറയാവുന്ന ഒരു വാക്കാണ്. ഒപ്പം വന്നോളൂ കേട്ടോ. പിന്നെ SCRT ബയോളജി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ തൊട്ടിട്ട് ബയോളജിയിൽ ഏതൊക്കെ ലെസൺ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെയുള്ളത് ചെയ്തു തരും. പിന്നെ നമ്മുടെ പുതിയ SCRTയിൽ PSCക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ക്ലാസ് 3 സീരീസ് എല്ലാം ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.